അവർ സെബിക്ക് കത്തയച്ചു. അപ്പം ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ കത്തയച്ചെന്ന് അറിഞ്ഞാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി തേടിയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ അസംതൃപ്തി അവരെ അറിയിച്ചു. അപ്പോൾ തന്നെ അവർ പ്രയോർ അപ്രൂവലിൻ്റെ കത്ത് തന്നു. അവിടെ കത്ത് തന്നു. ഇനി 3 വാക്ക് പറയുമ്പോൾ 300 നുണകൾ. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ പൊള്ളത്തരങ്ങൾക്ക് ചില പ്രതിരോധം ലഭിക്കുമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയായ ശേഷവും അത് തുടരുന്നത് കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്. ആ സ്ഥാനത്തിന് യോജിച്ചതല്ല. പോരാത്തതിന് സ്വകാര്യ ആവശ്യത്തിനായി ഹെലികോപ്റ്റർ ഉപയോഗവും. മുൻ മുഖ്യമന്ത്രി പൊതുകാര്യങ്ങൾക്കായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെ ധൂർത്തെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ഇന്ന് മുഖ്യമന്ത്രിയാകുമ്പോൾ സ്വകാര്യ ആവശ്യത്തിന്, വിവാഹം കൂടാൻ, അമ്മായിയപ്പനെ കാണാനൊക്കെ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്താണ്? ഇതൊക്കെ എവിടേക്കാണ് വി ഡി സതീശൻ കേരളത്തെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ അവരോട് തെറ്റ് പറയാനാകുമോ? അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മേൽ കുറ്റം ആരോപിക്കാനാകുമോ? നമുക്ക് ചർച്ച ചെയ്യാം. നുണക്കോട്ടകൾ ഏതൊക്കെ അർത്ഥത്തിലാണ് കെട്ടിപ്പൊക്കുന്നത്? ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: CPIM നേതാവ് ഡി സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ഒപ്പം കോൺഗ്രസ് വക്താവ് ബേസിൽ പാറേക്കുടി, ഒപ്പം സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകൻ രതീഷ് ചക്രപാണി എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത്. ആദ്യം ശ്രീ ബേസിൽ പാറേക്കുടിയിലേക്ക്. ശ്രീ ബേസിൽ പാറേക്കുടി, താങ്കൾ ആദ്യം തന്നെ ഞാനൊരു മുൻകൂർ ആയി പറയുകയാണ്, താങ്കൾ പ്രകോപിതനാകരുത് വല്ലാതെ. അപ്പോൾ എന്താണ് ഈ മുഖ്യമന്ത്രി എവിടേക്കാണ് നമ്മളെ നയിക്കുന്നത് എന്ന ചോദ്യമാണ് ആദ്യം താങ്കളോട് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖ പുറത്തെത്തിയത് താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ. അതായത് ഇത് ശരിക്കും ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഇന്നത്തെ ഹെലികോപ്റ്റർ വിവാദം പ്രകമ്പനം കൊള്ളിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൈരളിൽ നിന്ന് ചർച്ചക്കെടുത്തൊരു വിഷയം ഹെലികോപ്റ്റർ വിവാദമാണല്ലോ. ഈ ഹെലികോപ്റ്റർ വിവാദം ഇന്ന് ഗവൺമെൻറ് വാടകയ്ക്കെടുത്ത, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പൊതു ഖജനാവിൽ നിന്നും പണം മുടക്കി എടുത്ത ഹെലികോപ്റ്ററിലല്ല ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ യാത്ര ചെയ്തത്. ഇന്ന് വി ഡി സതീശൻ യാത്ര ചെയ്ത ഹെലികോപ്റ്റർ പൊതു ഖജനാവിൽ നിന്നും പൈസ മുടക്കി, പണം മുടക്കി എടുത്ത ഹെലികോപ്റ്ററിലല്ല, പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടി പൈസ മുടക്കി എടുത്ത ഹെലികോപ്റ്ററിലാണ് ഇന്ന് യാത്ര ചെയ്തത്. പൊതു ഖജനാവിൽ നിന്ന് സർക്കാരിൻ്റെ പൈസയ്ക്ക്, സാധാരണക്കാരൻ്റെ പൈസയ്ക്ക് പൊതു ഖജനാവിൽ നിന്നും യാത്ര ചെയ്തുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ യാത്ര ചെയ്തത് അതിന് വേണ്ടിയിട്ടല്ല. പിന്നെ ഈ പറയുന്ന പോലെ ഈ കർണാടകയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ന് പരിപാടിക്ക് പോയിരുന്നുള്ള ഒഫീഷ്യലായിട്ട് കോൺഗ്രസ് നേതാവിൻ്റെ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു എന്നുള്ളത് സത്യമാണ്. എന്തുകൊണ്ട്? ഇന്ന് കേരളത്തിൽ നമുക്കറിയാം അത്തച്ചമയം നടക്കുന്ന ദിവസമാണ്. രാവിലെ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനാണ്. വൈകിട്ട്, ഞായറാഴ്ചയാണ് നമുക്കറിയാം, വൈകിട്ട് പരിപാടികളോട് തിരിച്ചെത്തേണ്ടതുണ്ട്. നാളെ ചിങ്ങം 1 കർഷക ദിനമാണ്. കർഷക ദിനത്തിൻ്റെ ഒട്ടനവധി പരിപാടികൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. കാലഘട്ടത്തിൻ്റെ അപ്ഡേഷൻ ഇല്ലായ്മയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ നമുക്ക് ഇച്ചിരി കടത്തി പറഞ്ഞാൽ ഭൗതിക സൗകര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ പറയുന്ന പോലെ മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയി കസേരയിൽ ഇരുന്നൊരു CM കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇത് ഇത്രയും വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ യാത്ര ചെയ്തത് കേരളത്തിൻ്റെ പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ച് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും പൈസ കൊടുക്കേണ്ട ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ട് കേരളത്തിൻ്റെ ധൂർത്തിൻ്റെ സർക്കാരായിട്ട് ഇറങ്ങിപ്പോയ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. ആ സർക്കാർ ഭരമേൽപ്പിച്ചു കൊടുത്തൊരു ധൂർത്തുണ്ടായിരുന്നു. ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഏകദേശം 80ഓളം ലക്ഷം രൂപ പ്രതിമാസം വാടക അടയ്ക്കേണ്ടി വരുന്ന വലിയൊരു ബേർഡൻ കേരളത്തിലെ ജനങ്ങളുടെ മേൽ തലയ്ക്കുമേൽ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. അതുപോലെയല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇന്ന് ചെയ്തത്. വി ഡി സതീശൻ അദ്ദേഹത്തിന് സ്വകാര്യ പരിപാടി, അല്ലെങ്കിൽ ഈ പറയുന്ന കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചത് കേരളത്തിൻ്റെ പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ചുള്ള ഹെലികോപ്റ്റർ അല്ല എന്ന കാര്യം വ്യക്തമാണ്. ശരി, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വിശദീകരണം എത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഹെലികോപ്റ്ററിലല്ല മുഖ്യമന്ത്രി സ്വകാര്യ യാത്ര നടത്തിയത്. കർണാടകയിൽ സ്വകാര്യ വ്യക്തി അയച്ച ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി പോയത്. ഹെലികോപ്റ്റർ യാത്രയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൂർഗിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു വിശദീകരണം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമായ പുതിയ സാഹചര്യത്തിലേക്കാണ് ബേസിൽ പാറക്കുടി ഇതിൻ്റെ വാതിലുകൾ തുറക്കുന്നത്. കാരണം സ്വകാര്യ ആവശ്യത്തിനല്ല എങ്കിൽ സ്വകാര്യമായ ആവശ്യമാണ്. അല്ല ബേസിൽ പാറക്കുടി, ഞാൻ ഒന്ന് കേൾക്കൂ താങ്കൾ. അതായത് മുഖ്യമന്ത്രിയെപ്പോലെ ആ സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് പൊതു ഖജനാവിൽ നിന്നല്ലാതെ പണം ഉപയോഗിച്ച് പോകുന്നത്?
ആ പണം ആരാണ് നൽകിയത്? മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ നിന്ന് നൽകിയതാണോ വ്യക്തിപരമായി? 2, ഈ സ്വകാര്യ വ്യക്തി അത്തരത്തിലൊരു ഹെലികോപ്റ്റർ യാത്ര അറേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ പോകേണ്ട ഒരു അനിവാര്യത മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുണ്ടോ? അത് പ്രോട്ടോക്കോൾ പ്രകാരം നിലനിൽക്കുന്നതാണോ എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പണം മുടക്കിയത് ആര്? ഒന്നാമത്തെ 2 ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഒന്നാമത്തെ ചോദ്യം, അതായത് കർണാടകയിൽ ഇന്ന് പരിപാടി നടന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ന് കുറുകിൽ വെച്ച് നടന്ന ഫംഗ്ഷൻ, അതായത് അവിടെ നിന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയായിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വി.ഡി. സതീശൻ പോയത്. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, അതായത് ഈ പറയുന്ന പോലെ പൊതുഖജനാവിൽ നിന്നും പണം എടുത്തല്ല പോയത്. ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന പോലെ ഇപ്പോൾ ആങ്കർ ചോദിച്ചത് ഇത് ആര് സ്പോൺസർ ചെയ്തു, അല്ലെങ്കിൽ ആ സ്പോൺസറിങ്ങിൻ്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ, നിങ്ങളൊക്കെ പത്രസമ്മേളനത്തിൽ, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മുൻകൂർ ചാർട്ട് ചെയ്ത് തരുന്നൊരു പരിപാടി ഐക്യജനാധിപത്യ മുന്നണിയുടെ UDF സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലില്ല. മുൻകൂട്ടി 2 ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ, 3 ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ല ഇന്ന് കേരളത്തിലുള്ള മുഖ്യമന്ത്രി. അതുകൊണ്ട് നിങ്ങൾക്കൊരു സംശയം, കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ വിമാനയാത്ര തികച്ചും ഞാൻ പറയുന്നു കേരളത്തിൻ്റെ പൊതുഖജനാവിലെ പണം എടുത്തല്ല വിമാനയാത്ര നടത്ത്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് എങ്കിൽ ഞാൻ പറയുന്നു അതുമായി ബന്ധപ്പെട്ട്, അതായത് ഇനി ആര് പണം മുടക്കി, എങ്ങനെ പണം മുടക്കി, കൃത്യമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CM ആൻസറബിൾ ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് സെറ്റിട്ട പോലെ ഫ്രെയിം ഇട്ടുകൊണ്ട് വന്നിരുന്നുകൊണ്ട് 2-3 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന ഒരു മുഖ്യമന്ത്രി അല്ല ഇന്ന് കേരളത്തിലുള്ളത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏത് ചാനലിൻ്റെ നിറം നോക്കാതെ, ചാനലിൻ്റെ മുഖം നോക്കാതെ, ചാനലിൻ്റെ രാഷ്ട്രീയം നോക്കാതെ ഏത് ചാനലുകാരനും ഏത് മാധ്യമപ്രവർത്തകനും ഏത് മാധ്യമപ്രവർത്തകയ്ക്കും ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. ശരിയാണ്, ചോദ്യം ചോദിക്കാൻ പറ്റും. പക്ഷേ അതിന് പറയുന്ന മറുപടിയെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പോകുന്നത്. താങ്കൾ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട, ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരിച്ചു. അത് അടുത്തൊരു ചോദ്യം എന്നത് വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വിഴിഞ്ഞം അദാനി ഗ്രൂപ്പ് പ്രയോർ പെർമിഷൻ, മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ MSCക്ക് ഓഹരികൾ വിറ്റതുമായി ബന്ധപ്പെട്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. അത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്. ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. അവർ സെബിക്ക് കത്തയച്ചു. അപ്പം ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ കത്തയച്ചെന്ന് അറിഞ്ഞാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി തേടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അസംതൃപ്തി അവരെ അറിയിച്ചു. അപ്പോൾ തന്നെ അവർ പ്രയോർ അപ്രൂവലിന് കത്ത് തന്നു. ഇനി അതായത് കൺസഷൻ എഗ്രിമെൻറ്റിന് വിരുദ്ധമായി ഇത്തരത്തിൽ മുൻകൂർ അനുമതിയില്ലാതെ അവിടേക്ക് ഓഹരി വിൽക്കാനുള്ള തീരുമാനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് സെബിയെ സമീപിച്ചു. അതിൽ തങ്ങളുടെ അതൃപ്തി അറിയിച്ചു എന്നാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്. ബേസിൽ കേട്ടല്ലോ അത്. ഇനി വിവരാവകാശ രേഖ പ്രകാരം തേടിയത് നോക്കാം. ഈ ഓഹരി കൈമാറ്റ വാർത്ത പുറത്തു വന്നതിന് ശേഷം കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരോ തുറമുഖ വകുപ്പോ അദാനി ഗ്രൂപ്പിന് വിശദീകരണ കത്തോ കാരണം കാണിക്കൽ നോട്ടീസോ ഷോക്കോസ് നോട്ടീസോ നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പും അതിന് അദാനി ഗ്രൂപ്പ് നൽകിയ മറുപടിയും ലഭ്യമാക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പുകൾക്ക് നോട്ടീസുകളൊന്നും നൽകിയിട്ടില്ല. അതായത് ഒരു വിധത്തിലും അതൃപ്തി അറിയിച്ചിട്ടില്ല. അതൃപ്തി അറിയിക്കാത്തൊരു കാര്യത്തെയാണ് അതൃപ്തി അറിയിച്ചു എന്ന തരത്തിൽ മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. അതിനോ മറുപടി ബേസിൽ? ആൻസർ ചെയ്യാം, അതിനും ഞാൻ ആൻസർ ചെയ്യാം. ഓക്കെ, അതായത് ഈ കൊടുത്തിരിക്കുന്ന വിവരാവകാശത്തിൻ്റെ മറുപടി 4th പോയിന്റാണ് അല്ലേ? അങ്ങനെ ഇരിക്കുന്ന മറുപടിയിലും അതല്ലേ 4th പോയിന്റിൽ ഇപ്പോൾ ആങ്കർ കിട്ടിയ റിപ്പോർട്ടിൻ്റെ 4th പോയിന്റിൽ ഇപ്പോൾ ആങ്കർ യെസ്. ഈ ഓഹരി കൈമാറ്റ വാർത്ത പുറത്തു വരുന്നതിന് ശേഷം കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി ഹലോ കേൾക്കാം പറഞ്ഞോളൂ. കേൾക്കാം ബേസിൽ പറഞ്ഞോളൂ. ശരി, നമുക്കതിലേക്ക് വരാം, ആ വിഷയത്തിലേക്ക് വരാം, ബേസിലേക്ക് എത്താം. ശ്രീ D. സുരേഷ് കുമാർ, ആദ്യം നമുക്ക് പോകുന്നത് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് തന്നെയാണ്. രണ്ടാമത് നമുക്ക് ഹെലികോപ്റ്റർ യാത്രയിലേക്ക് വരാം. ഞാനത് ചോദ്യം ചോദിച്ചെങ്കിലും ബേസിൽ അതിലേക്കാണ് സ്റ്റിക്ക് ഓൺ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലൊരു അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അദാനി ഗ്രൂപ്പും വി.ഡി. സതീശനുമായുള്ള ബന്ധം നേരത്തെ തന്നെ പല വിധത്തിലും പുറത്തെത്തിയതാണ്, ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ചതാണ്. ഇവിടെ ഇത്തരം കരാർ ലംഘനം നടത്തിയവർക്ക് അതൃപ്തി അറിയിച്ചു. ആ അതൃപ്തിയിൽ തന്നെ ഒതുക്കിയത് വലിയ തെറ്റാണെന്ന് ചർച്ച ചെയ്തിരിക്കുകയാണ്. അതൃപ്തി പോലും അറിയിച്ചിട്ടില്ല എന്ന് ബോധ്യമാകുന്ന തെളിവുകൾ പുറത്തെത്തുന്നു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നിങ്ങൾ?
നോക്കൂ, ഈ വിഷയം നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ ചർച്ച ചെയ്തതാണ്. അതെ. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മാധ്യമപ്രവർത്തകരോട് ഞങ്ങളുടെ അതൃപ്തി അറിയിച്ചിരിക്കുന്നു. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനോട് ഇപ്പോൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറ്, ആ കരാറ് നമ്മുടെ സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വയലേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ അന്ന് മാധ്യമപ്രവർത്തകരെയും അതുവഴി ജനങ്ങളെയും അവരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി പച്ചക്കള്ളം, അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയിൽ പച്ചക്കള്ളം മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ചെയ്തത്. നമുക്കെല്ലാവർക്കും അറിയാം അത് കള്ളമായിരിക്കുമെന്ന്, നമുക്കെല്ലാവർക്കും ഉത്തമ ബോധ്യമായിരുന്നു. ഇന്നത് കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് വിത്ത് ഡോക്യുമെൻ്ററി എവിഡൻസ്. അപ്പോൾ ഞാനിത് പറയുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് പരമാവധി സത്യം പറയുക എന്നുള്ളതാണ്, എൻ്റെ എക്സ്ട്രീം ലെവൽ. അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ തുടർച്ചയായി തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ ഇന്ന് ഈ വർത്തമാന സാഹചര്യത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന, ഒരുപക്ഷെ ഭാവി കേരളത്തിൻ്റെ വിഗതികളെ നിർണ്ണയിക്കുന്ന നിലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ലക്കും ലഗാനുമില്ലാതെ ഒരു ഗൗരവമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും ഒരു പരിശോധന, ഒരു ആത്മപരിശോധന നടത്തേണ്ടത് കോൺഗ്രസ്സാണ്. ഒരു വലിയ പരിശോധന ജനങ്ങൾ തന്നെ നടത്തേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാനതവിടെ അവസാനിപ്പിക്കുന്നില്ല, നമുക്ക് വരുന്ന വാദഗതികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വീണ്ടും ഈ ചർച്ച തുടരാം. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം കള്ളങ്ങളാണ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയായി അദ്ദേഹം അധികാരമേൽക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം ഒരു സന്ദർശനം നടത്തി. അന്ന് അദ്ദേഹം പല തരത്തിലുള്ള കള്ളങ്ങളാണ് പറഞ്ഞത്. ആര്യാടൻ മുഹമ്മദിൻ്റെ, ബഹുമാന്യനായ അന്തരിച്ചു പോയ ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാൻ വേണ്ടിയാണ് പോയത്. പിന്നീട് മനസ്സിലാക്കുന്നത് ഈ മുൻ മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹം ഗുരുതരമായ രോഗാവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ മുഖ്യമന്ത്രിയാകുന്നതിന് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ സന്ദർശിക്കാൻ പോയി എന്ന പച്ചക്കള്ളം മാധ്യമപ്രവർത്തകരെ നോക്കി പറയാൻ അദ്ദേഹം ഒരു മടിയും കാണിച്ചില്ല. അദ്ദേഹത്തിൻ്റെ യാത്രാ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പിന്നീട് വളരെ കൃത്യമായി വാർത്തകൾ പുറത്തു വന്നു. ഇത് നമുക്കറിയാം, കോൺഗ്രസ്സിനും ഇപ്പോൾ ഭരണത്തിൽ കയറിയതിൻ്റെ ആ ഹണിമൂൺ പീരീഡിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രിവിലേജിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്ന കള്ളങ്ങൾക്കും ഒരു സ്വീകാര്യത കുറേ ആളുകൾ കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. പിന്നീട് തുടർച്ചയായ എന്തെല്ലാം കാര്യങ്ങളിൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഇൻവെസ്റ്ററെ കാണാനാണ് സർക്കാരിൻ്റെ ഹെലികോപ്റ്ററും എടുത്ത് പോയത്, ഞാനൊരു ഇൻവെസ്റ്ററെ കാണാനാണ്. കൈയോടെ പിടിക്കപ്പെട്ട അതൊരു പച്ചക്കറി കച്ചവടക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെയാണ് അദ്ദേഹം കാണാൻ പോയത് എന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ടു. അപ്പോഴും ഒരു ജാള്യതയും കൂടാതെ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികൾ വന്നിരുന്ന് പച്ചക്കറി കച്ചവടക്കാരൻ എന്താ സംരംഭകനല്ലേ എന്ന മറുചോദ്യമാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പച്ചക്കറി കച്ചവടക്കാരൻ സംരംഭകനല്ല എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി അപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രയോറിറ്റി എന്തിനാണ് കൽപ്പിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഞാൻ കടന്നു വരുന്ന പ്രദേശത്തു നിന്നാണ് ഇപ്പോൾ കണ്ണൂർ പോയി ആ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ രാജേഷ്, എൻ്റെ ഒരു അയൽവാസിയെ, തൊട്ടടുത്ത പഞ്ചായത്തിലെ താമസക്കാരനാണ്. അഡ്വഞ്ചർ സ്പോർട്സും അതുപോലെ തന്നെ നീന്തലും മറ്റു കാര്യങ്ങളുമൊക്കെയായി അവിടെ പോയി അവിടെ സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് മറ്റൊരു സഹജീവിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോഴും അദ്ദേഹം ആ ദുരിതാശ്വാസത്തിലേക്ക് കടന്നു ചെല്ലുകയും ആ മറ്റൊരാളിനെ രക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവൻ ബലിയർപ്പിക്കപ്പോഴും നമ്മൾ കാണേണ്ടുന്ന മാഹാത്മ്യം. നിങ്ങൾ നോക്കൂ, ആ മൃതദേഹത്തോട് കാണിച്ച അനാദരവ്. ഞാനത് സൂചിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കാൻ, ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ ചെലുത്താൻ. അങ്ങനെ മരണപ്പെട്ടു പോയ ഒരാളിൻ്റെ മൃതദേഹം കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കല്ലിയൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കാണിക്കേണ്ടുന്ന സാമാന്യ മര്യാദ ഈ കോൺഗ്രസ് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് നിരുത്തരവാദപരമായ ഡയലോഗും അടിച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി ഇത്തരം കാര്യങ്ങളിൽ കൈകഴുകി കടന്നു കളയുന്ന കള്ളന്മാരുടെ നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസും അതിൻ്റെ മന്ത്രിമാരും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഗുരുതരമായ വീഴ്ചകൾക്ക് അവർ ഉദ്യോഗസ്ഥരെ പഴിചാരുകയാണ്. ഇവിടെ കോർപ്പറേഷനിൽ ഒരു ഗുണ്ടാ തലവൻ, അയാൾ ഇപ്പോൾ ജയിലിലാണ്, വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്, കാപ്പ കേസിലെ പ്രതിയാണ്. അയാൾക്ക് കോർപ്പറേഷനിൽ കൗൺസിലറായി തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. ഡോക്യുമെൻ്ററി എവിഡൻസ് രേഖാമൂലം കോർപ്പറേഷനിലേക്ക് തലേ ദിവസം അതിനെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അവിടെ എത്തുകയാണ്. സർക്കാരിൻ്റെ ഉത്തരവ് അവിടെ എത്തുകയാണ്.
തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറയുന്നത് എന്താ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തി പോകണമെന്നേ. രാജേഷിൻ്റെ മൃതദേഹം കണ്ണൂരിൽ നിന്നും എയർ ലിഫ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത നിങ്ങൾ ഈ പണി അവസാനിപ്പിക്കണം. ആ മൃതദേഹത്തെ ഇങ്ങനെയല്ല നിങ്ങൾ കാണിക്കേണ്ടത്. ഞാനതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അവസാനം ആ ആംബുലൻസ് ഓടിച്ച് വന്ന ഡ്രൈവർ തൊട്ടടുത്തൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കയറി ഒരു മൊബൈൽ മോർച്ചറി സംഘടിപ്പിക്കുകയാണ്. എത്ര ദയനീയമാണെന്ന് ചിന്തിച്ചു നോക്കണം. കേരളം ചർച്ച ചെയ്യണം. കേരളം ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തണം. ഇത്തരത്തിൽ മനുഷ്യൻ്റെ മൃതദേഹത്തോട് പോലും അയാൾ എന്തിനു വേണ്ടിയാണ് മരിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് മരിച്ചത്? ഉദ്ദേശം എന്തായിരുന്നു? ആ മൃതദേഹത്തോടു കൂടി തികഞ്ഞ അവജ്ഞയും അവഗണനയും കാണിക്കുന്ന മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ നാട് ഭരിക്കുമ്പോൾ നിങ്ങൾ ആരുടെ ക്ഷേമമാണ്, ആരുടെ ക്ഷേമ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? നിങ്ങൾ നിലകൊള്ളുന്നത് സ്വർണ്ണക്കടക്കാരൻ്റെ ക്ഷേമ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പണമോ സ്വകാര്യ വ്യക്തിയുടെ പണമോ? ആര് പണം ചിലവഴിച്ചു എന്നുള്ളത് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് ഒളിച്ചോടാൻ കഴിയില്ല. നിങ്ങൾ പറയണം. ഇവിടെ പറഞ്ഞ കോൺഗ്രസ് പ്രതിനിധി സർക്കാരിൻ്റെ പണം ചെലവഴിച്ചില്ല എന്ന് പറയുമ്പോൾ ആരുടെ പണമാണ് അതിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി മറുപടി പറയാൻ ഇവിടെ ജനങ്ങളോട് മറുപടി പറയാൻ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെൻറ്റിൽ നിന്നും ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് ഒളിച്ചോടാൻ കഴിയില്ല എന്ന ധാർമ്മികമായിട്ടുള്ള ഒരു ഘടകം ഇവിടെ നിലനിൽക്കുകയാണ്. അതല്ലാതെ ഞങ്ങൾ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി ഒളിച്ചോടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അത് ഈ ജനാധിപത്യ കേരളത്തിൽ നടക്കില്ല. നിങ്ങൾ ഇന്നലെ വരെ ഇതല്ലല്ലോ പറഞ്ഞത്. തൃശ്ശൂരിലെ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘങ്ങൾ ഇവിടെ ഒരു മീറ്റിങ്ങിന് വരുമ്പോൾ അവിടെ നിന്ന് മുഖ്യമന്ത്രി തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയതിനെ സംബന്ധിച്ച് കള്ളക്കഥ ചമഞ്ഞവരാണ്. ഗീബൽസിനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ കള്ളക്കഥ ചമഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത് വലിയ നിലയിലുള്ള വേട്ടയാടലിലും ചർച്ചയ്ക്കും വേദിയൊരുക്കിയ ആളുകളാണ്. ഇന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സർക്കാരിൻ്റെ പണം എടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ പർപ്പസിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ട പണം ആരുടേത്? ഇത് ജനാധിപത്യ കേരളം നിങ്ങളോട് ചോദിക്കുകയാണ്. തീർച്ചയായും ഇവിടെ പ്രകോപനമൊന്നുമില്ല. ഇവിടെ വളരെ കൃത്യമായി മറുപടി പറയാൻ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ മറുപടി ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. ഈ കള്ളം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് 1ഉം 2ഉം 3ഉം കള്ളങ്ങളല്ല. അധികാരത്തിലെത്തിയതിനു ശേഷം പ്രതിപക്ഷ നേതാവിൽ നിന്നും മുഖ്യമന്ത്രിയിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ കള്ളത്തരത്തിലും ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ ആർജവത്തോടുകൂടി അദ്ദേഹത്തെ പിന്തുടരുന്നു എന്ന വിചിത്രമായ കാഴ്ചയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കേരളത്തെ നിങ്ങൾക്ക് അന്ധകാരത്തിലേക്ക്, ഇരുട്ടിലേക്ക്, ഈ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട്, നുണ മാത്രം പറഞ്ഞു പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അധിക നാൾ കഴിയില്ല എന്ന് മാത്രമാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. തീർച്ചയായും. ശ്രീ രതീഷ് ചക്രവാണി, നോക്കൂ, ഇവിടെ പുതുയുഗ വിസ്മയം സ്വാതന്ത്ര്യദിന സന്ദേശത്തിലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞതായിരുന്നു. പക്ഷേ പുതുയുഗമാണോ നുണയുഗമാണോ ഈ വിസ്മയം തീർക്കുന്നതിലേക്ക് നയിക്കപ്പെടുന്നതെന്ന ചോദ്യമാണ് വലിയ രീതിയിൽ ഉയരുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടതാണ്. ഈ അതൃപ്തി മാത്രം അറിയിച്ച് തലയൂരിയത് തന്നെ കേരള പൊതുസമൂഹം വലിയ ചർച്ചയാക്കുകയും വിമർശനത്തിന് പാത്രീഭൂതമാക്കുകയും ചെയ്തതാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് ആ അതൃപ്തി പോലും അദാനിക്ക് അറിയിച്ചിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ മംഗലാപുരം യാത്ര മുതൽ അതിൻ്റെ മുൻകാല പ്രാബല്യത്തിൽ കൂടുതൽ പ്രസക്തമായി ചർച്ചകളിലേക്ക് വഴിവെക്കണം, അല്ലേ? തീർച്ചയായിട്ടും അജിംഷാദെ, ഇതിലേറ്റവും ആദ്യമേ തന്നെ പറയട്ടെ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കണ്ടപ്പോൾ ആളുകളൊക്കെ തന്നെ ഒരു റെമോയാണ് എന്നാണ് വിചാരിച്ചിരുന്നത്, കുറേ ആളുകളെങ്കിലും. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു അന്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സിനിമയിലെ പോലെ. ഇനി ഏറ്റവും ആദ്യത്തെ ഈ കാര്യത്തിലേക്ക് വന്നാൽ, താങ്കളുടെ ഈ കത്ത് അതായത് അതിർത്തി അറിയിച്ചൊരു കത്ത് പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നേരത്തെ കൈരളി ടി വിയിൽ തന്നെ ഞാൻ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. അജിംഷാദ് ആയിരുന്നു ആങ്കർ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. യഥാർത്ഥത്തിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനൊരു കത്തയക്കാൻ ഒരു സാധ്യതയില്ല. അഥവാ കത്തയച്ചാൽ പോലും യഥാർത്ഥത്തിൽ രേവന്ത് റെഡ്ഡിയൊക്കെ നമ്മുടെ പഴയ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അതിൻ്റെ താഴെ നീ പോമോനെ ദിനേശ് എന്ന് എഴുതിയത് പോലെ ഒരു വരി കൂടി ചിലപ്പോൾ സതീശൻ എഴുതി ചേർത്തിട്ടുണ്ടാവും. ആ എഴുതി ചേർത്ത വരി എന്ന് പറയുന്നത് കിരൺ അദാനി മോനെ മാമനോടൊന്നും തോന്നല്ലേ എന്ന് എഴുതി ചേർത്തിട്ടുണ്ടാകും എന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ ഊഹം കറക്റ്റായിരുന്നു. കാരണം അങ്ങനെ ഒരു കത്തില്ല. യഥാർത്ഥത്തിൽ അതൃപ്തി അറിയിച്ചേക്കണത് മുഖത്തിലെ ചില രസങ്ങൾ കൊണ്ട്, എനിക്ക് വേണ്ട വല്ല ഫോട്ടോ അയച്ചു കൊടുത്തിട്ടായിരിക്കും അതൃപ്തി അറിയിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള അതൃപ്തി അറിയിച്ചിട്ടില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യമേ തന്നെ
എക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്രയിലും അതിനുശേഷം മാതൃഭൂമിയിലുമൊക്കെ വാർത്ത വന്നപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർക്കാണ് ഇത്ര ധൈര്യം, അതായത് നമ്മുടെ ഒരു കമ്പനിയിലെ പകുതി ഷെയർ ഒരു പാട്ടത്തിന് ഏതാണ്ട് 60 കൊല്ലത്തേക്ക് മാത്രം കൈവശം വെക്കാൻ അധികാരമുള്ള ഒരു കമ്പനി നമ്മുടെ അനുമതിയൊന്നും കൂടാതെ എന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കൈമാറ്റം നടത്തിയത് എന്ന് പറയുന്നത് തന്നെ കേരളത്തിന് വലിയ ആശ്ചര്യകരമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് മംഗലാപുരം യാത്രയിൽ അദാനി ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് പ്രസിഡൻ്റായിട്ടുള്ള കിഷോർ ആൽവയെ കണ്ടതുമൊക്കെ തന്നെ നമ്മൾ ഓർത്തെടുക്കേണ്ടത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു വി.ഡി. സതീശൻ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് ഒരു ടിൻ ടണൽ പ്രൊജക്റ്റാണ്. ആ ടിൻ ടണലിൽ ഒരു ടണലിലൂടെ പൊളിറ്റിക്സും രാഷ്ട്രീയം സംഘപരിവാറിൻ്റെ രാഷ്ട്രീയവും അടുത്ത ടണലിലൂടെ യഥാർത്ഥത്തിൽ അദാനിയുടെയും നമ്മുടെ ബെക്കാഡിയുടെയും ഒക്കെ കോർപ്പറേറ്റ് താല്പര്യങ്ങളുമാണ് വരുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അപ്പോൾ അതേതാണ്ട് ശരിയാണ് എന്ന് തെളിയിക്കുന്നൊരു കാര്യമുണ്ടായിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ പറയുന്ന നമ്മൾ അറിയേണ്ടത് ജൂലൈ 8-ന് മുഖ്യമന്ത്രി നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പച്ചക്കള്ളം പറയാൻ മടിയില്ലാത്ത ഒരാളാണെന്നും അദ്ദേഹം യഥാർത്ഥത്തിൽ എന്തൊക്കെയോ തട്ടിവിടുകയാണെന്നും പറഞ്ഞിരിക്കുന്നു. ഇതിൽ ഒരു കാര്യം കൂടി എന്താ ജിംഷാദെ, നേരത്തെ തന്നെ അദ്ദേഹം നിയമസഭയിൽ ഞങ്ങളിങ്ങനെ മാറ്റാനായിട്ട് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു, അപ്പം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയം നന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഞാൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ക്ഷുഭിതനാവുകയും അവർക്ക് ഏറ്റവും കുറഞ്ഞത് അസംതൃപ്തിയല്ല കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ പ്രയർ പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്തില്ല എന്ന് ചോദിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇതുപോലെ അസംതൃപ്തി അറിയിച്ചു എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പിനെ സംരക്ഷിക്കാനും അവരെ താലോലിക്കാനുമുള്ള ഒരു താല്പര്യമായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്നും മറന്നു പോകരുത്. ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് വന്നാൽ, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്റർ വിവാദത്തിലേക്ക് വന്നാൽ, ആ ഹെലികോപ്റ്റർ വിവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടി നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഇത്ര നേരം നമ്മൾ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളിലൊക്കെ തന്നെ കേരളം വിചാരിച്ചിരുന്നത് ഈ ഹെലികോപ്റ്റർ കേരള ഗവൺമെൻറ്റിൻ്റേതാണ്, നമ്മൾ പണം കൊടുക്കുന്നൊരു ഹെലികോപ്റ്ററാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഹെലികോപ്റ്ററിലാണ് ലേ മെറിഡിയൻ ഹോട്ടലിൽ നിന്ന് പറന്നു പൊങ്ങി നമ്മുടെ മുഖ്യമന്ത്രി കുമരകത്ത് ലാൻഡ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്, അദ്ദേഹം തന്നെ ഉയർത്തിയിട്ടുള്ള വാക്കുകൾ വിഴുങ്ങുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വിചാരിക്കാം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലൊരു പ്രളയ സമാനമായ സാഹചര്യമുണ്ടായപ്പോൾ ജനങ്ങൾ അവരുടെ ജീവനും സ്വത്തിനും വേണ്ടി പറയുന്ന പോലെ പരക്കം പായുമ്പോൾ അദ്ദേഹം 4ാമത്തെ ദിവസമാണ് നിങ്ങൾ അറിയേണ്ടത് പത്തനംതിട്ടയിലെ ക്യാമ്പുകൾ സന്ദർശിച്ചത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ 11ാമത്തെ ദിവസമാണ് യഥാർത്ഥത്തിൽ കാണാതായവരുടെയൊക്കെ തന്നെ വീടുകൾ സന്ദർശിക്കാൻ അദ്ദേഹം തയ്യാറായതെന്ന് നമുക്കറിയണം. ഫിഷറീസ് മന്ത്രി അടക്കം 11ാമത്തെ ദിവസമാണ് ഈ പറയുന്ന പോലെ അവിടെ അവരുടെ വീടുകൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സന്ദർശിക്കാൻ തയ്യാറായതെന്ന് നിങ്ങൾ ഓർത്തുകൊണ്ട് ഇനി ബാക്കി ഞാൻ പറയുന്നത് കേൾക്കണം. അതെന്ന് പറയുന്നത്, ഇപ്പോൾ അദ്ദേഹം ഇന്നൊരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയി, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനും നമ്മളെതിരല്ല, വേണമെങ്കിൽ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് പോകുന്നതിനും എതിരല്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആരുടെ കല്യാണമാണ്? എൻ.എ. ഹാരിസ് എന്ന് പറയുന്ന കർണാടകത്തിലെ കോൺഗ്രസ് MLAയുടെ മകൻ്റെ കല്യാണമാണ്. ആ കല്യാണം എന്ന് പറയുന്നത് കേരളത്തിനൊരു ബന്ധമുള്ളൊരു കല്യാണമാണ്. കാരണം അവർ കാസർഗോഡ് നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ N.A. ഹാരിസിൻ്റെ മകൻ്റെ പേര് മുഹമ്മദ് ഹാരിസ് എന്നാണ്. അദ്ദേഹം നേരത്തെ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കല്യാണത്തിനാണ് പോയേക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ദുരന്തമുഖങ്ങളിൽ സഞ്ചരിക്കാൻ 4ാമത്തെ ദിവസം വരെ വൈകിയ, അതുവരെ സ്വർണ്ണക്കട ജ്വല്ലറിയൊക്കെ ഉദ്ഘാടനം ചെയ്ത് നടന്ന 11ാമത്തെ ദിവസം മാത്രം അവരുടെ വീടുകൾ സന്ദർശിക്കാൻ സമയം കണ്ടെത്തിയ ഒരു കേരള മുഖ്യമന്ത്രി പോയ കല്യാണത്തിലെ ആ കല്യാണ ചെറുക്കൻ യഥാർത്ഥത്തിൽ 4ഓളം കേസുകൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. ആ കേസുകൾ ഏതാണെന്ന് കൂടി അറിയണം. അത് 439.21 കോടി രൂപയുടെ അസറ്റ് ബേസ് ഉള്ള വലിയൊരു വ്യവസായ കുടുംബമാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കണക്കിലാണ് ഈ 439.21 കോടി, യഥാർത്ഥത്തിൽ ഒരു 700-1000 കോടി രൂപയുടെയോ അസറ്റ് ബേസ് ഉള്ള ഒരു കുടുംബമാണ്. അതിലും തെറ്റൊന്നുമില്ല. പക്ഷേ ആ പയ്യൻ കല്യാണത്തിന് പോയിട്ടുള്ള ആ കല്യാണ ചെറുക്കനെതിരെ 4 അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിലൊന്ന് ബിറ്റ്കോയിൻ സ്പാമാണ്, അതായത് ബിറ്റ്കോയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കാമാണ്. അതിൽ തന്നെ ഈ പറയുന്ന പോലെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഹാക്ക് ചെയ്തു എന്നറിയപ്പെടുന്ന അതിൽ ഏറ്റവും വലിയ കുറ്റവാളിയായിട്ടുള്ള ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാക്കറുടെ പ്രതിയാക്കപ്പെട്ട ഏക പൊളിറ്റീഷ്യനാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ഈ മുഹമ്മദ് ഹാരിസ്, ഇതാണ് ഏറ്റവും ആദ്യത്തെ കേസെങ്കിൽ രണ്ടാമത്തേത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണമാണ്. അതായത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൂടാതെ
എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുകയും അത് ഏറ്റവും ആദ്യമേ തന്നെ ആ റെയ്ഡ് നടത്തിയത് സസ്പീഷ്യസ് ആയിട്ടുള്ള സംശയകരമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നും അതിൻ്റെ കൺവേർഷനുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ED ഈ പറഞ്ഞ റെയ്ഡുകൾ നടത്തിയിട്ടുള്ളത്. അതിൽ 4.5 കോടിയുടെ ക്രമക്കേടുകൾ ഏറ്റവും ആദ്യത്തെ പ്രാഥമിക ഫൈൻഡിംഗ് ആയി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മുഴുവൻ ഞാൻ പറയുമ്പോൾ ഇത് അടുത്തത് 2018 ഒരു പ്രധാനപ്പെട്ട കേസ് കൂടിയുണ്ട്. 2018 പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഒരു 24 വയസ്സുള്ള ഒരാളെ ഒരു കഫേ അസോൾട്ട് കേസാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഫേയിൽ വെച്ച് ഒരു കൊലപാതക ഉണ്ടായിട്ടുള്ള കേസാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഈ പറയുന്ന പോലെ അന്വേഷണം നടക്കുന്നതാണ് ബാംഗ്ലൂരിൽ. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് വെഹിക്കിളിൻ്റെ മണി ലോണ്ടറിങ് പ്രോബ്സാണ്. അതായത് ഈ നാലപ്പാട്ട് എന്ന് പറയുന്ന അവരുടെ ഗ്രൂപ്പിൻ്റെ ആളുകൾ വെഹിക്കിൾ മേടിച്ചതുമായി ബന്ധപ്പെട്ട് അതിൽ ചില ഇപ്പോൾ ഇല്ലിസിറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. എന്ന് പറഞ്ഞാൽ ഈ 4 കേസുകളിൽ അന്വേഷിക്കുന്ന ഒരു പ്രതിയുടെ കല്യാണത്തിനാണ് അദ്ദേഹം പോയത്. അതിന് നമുക്ക് വിരോധമൊന്നും പറയാനില്ല. പക്ഷെ ഒന്ന് ഓർക്കണം, ആ കല്യാണത്തിന് പോകാൻ ലേ മെറിഡിയൻ ഹോട്ടലിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ അവരുടെ പണത്തിലാണ് പോയേക്കണത് എന്ന് പറയുമ്പോൾ അവരുടെ പണം എങ്ങനെ ഉണ്ടാക്കിയ പണമാണ്, ആ പണത്തിൽ നിന്നെടുത്തിട്ടാണ് കേരള മുഖ്യമന്ത്രിയുടെ യാത്രാ ചെലവുകൾ കൂടി വഹിക്കുന്നത് എന്നുള്ളത് കേരളത്തിലുള്ള ആളുകൾ അറിയുമ്പോൾ അതിൻ്റെ ധാർമ്മികത യഥാർത്ഥത്തിൽ പ്രശ്നം കുറേ കൂടി വലുതാകുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങളുടെ പബ്ലിക് എക്സ്ചക്കറിൽ നിന്നെടുത്തിട്ടുള്ള പബ്ലിക് ടാക്സ് മണിയിൽ നിന്നെടുത്തിട്ടുള്ള പണം കൊണ്ടാണ് ഈ യാത്ര നടത്തുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങൾ, ധാർമ്മികതയുടെ ചോദ്യങ്ങൾ അതിനകത്ത് ഉയരുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. യഥാർത്ഥത്തിൽ ഇതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായും. അതായത് കേരളം ചർച്ച ചെയ്യേണ്ടത് ഇതാണ്. അതായത് പൊതുപണമല്ല ഉപയോഗിച്ചതെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അങ്ങനെ സ്വകാര്യമായി പണം ഉപയോഗിച്ച് അത്തരത്തിൽ ഒരു പ്രസൻറ്റേഷൻ എന്ന തരത്തിലാണ് ആ പണത്തെ ഒരു സ്വകാര്യ വ്യക്തി ഉപയോഗിക്കുന്നത്. അതെന്തിന്? അതൊരു പാരിതോഷികമാണോ? അത് ഒരു ഇല്ലീഗൽ പാരിതോഷികമായി രൂപപ്പെടാമോ എന്നൊക്കെയുള്ള ചർച്ചയുണ്ട്. പക്ഷേ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്തു ചക്രവാണി. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബേസിൽ പാറക്കുടി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ബഹുമാന്യനായിട്ടുള്ള പ്രതിനിധി, അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രി പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന്. അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇവർ യഥാർത്ഥത്തിൽ ഓഖിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു ടീം വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് അവിടേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് അവരുടേത് ഈ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള ഒരു വിസിറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. പക്ഷെ അതിനെപ്പോലും തെറ്റായ വ്യാഖ്യാനം കൊടുക്കുകയാണ്. സാധാരണ കേരളത്തിൽ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാലത്തും അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പൊതുകാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് ഉപയോഗപ്പെടുത്തിയെന്നുള്ള കാര്യം കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇത്ര വലിയ പ്രശ്നങ്ങൾ. അതായത് അധികാരം ഏറ്റെടുത്ത് 3-ാമത്തെ മാസത്തിനകം ഇത് യഥാർത്ഥത്തിൽ 3 യാത്രകൾ, ഒന്ന് മംഗലാപുരത്തേക്ക് അദ്ദേഹം പ്രൈവറ്റായി പോയത്, രണ്ടാമത്തേത് നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന എറണാകുളത്തേക്ക് വന്ന് ഇൻവെസ്റ്ററെ കണ്ടത്, 3-ാമത്തേത് ഈ പറഞ്ഞ പോലെ കുടകിലെ കല്യാണം കൂടാനുള്ള യാത്ര. ഇത് 3ഉം വിവാദമാകുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. തീർച്ചയായും. ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ, അതായത് പ്രളയത്തിലും പ്രളയബാധിത പ്രദേശത്തും പോകാൻ ഇത്ര ദിവസം വൈകിയ മുഖ്യമന്ത്രി ഒരു സ്വകാര്യ വ്യക്തിയുടെ ഹെലികോപ്റ്റർ കണ്ടപ്പോൾ കയറിപ്പോവുകയാണോ ചെയ്തത് ഇത്ര ദ്രുതവേഗത്തിൽ? അത് ധൂർത്തല്ലേ? അത് ആഡംബരമല്ലേ? അത്തരത്തിലൊരു ഉപകാര സ്മരണയിലേക്ക് എങ്ങനെയാണ് ആ സ്വകാര്യ വ്യക്തി നീങ്ങിയത്? അതൊന്ന്. 2, ഇപ്പോൾ പറയുന്നത് എത്ര കണ്ട് വിശ്വസനീയമാണ്? പൊതുപ്പണം ഉപയോഗിച്ചിട്ടില്ല, സ്വകാര്യ വ്യക്തിയുടെ പണമാണോ ഉപയോഗിച്ചത്? അതാരാണ്, എത്ര രൂപയാണ്, എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുകൂടി പൊതുജനത്തിന് അറിയേണ്ടതുണ്ട്. ബേസിൽ പാറക്കുടി, എങ്ങനെയാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വീകരണം ആ അർത്ഥത്തിലൊരു മുഖ്യമന്ത്രി ഏറ്റുവാങ്ങുന്നത്? മാത്രമല്ല, ആരാണ്, എത്ര രൂപയാണ് ഇതിന് പണമായി മുടക്കിയിട്ടുള്ളത്? ആ വിശദീകരണങ്ങളൊന്നും എത്തിയിട്ടില്ല. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെയാണോ ഇതും എന്ന് സ്വാഭാവികമായി സംശയിച്ചാൽ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനത് ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് അതായത് ഇത്രയും നേരം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരുന്ന ഈ ചർച്ചയ്ക്ക് മുമ്പ് വരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് സർക്കാരിൻ്റെ, അതായത് പിണറായി വിജയൻ വെറുതെ വാടകയ്ക്ക് എടുത്തിട്ടിരുന്ന ആ ഹെലികോപ്റ്റർ ആയിരുന്നു ഉപയോഗിച്ചെന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. ഇപ്പോഴാണ് സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ പറയുന്ന പോലെ ആ ഹെലികോപ്റ്റർ അല്ല, മറിച്ച് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും നിങ്ങൾക്കറിയാം, എല്ലാ ആഴ്ചയിലും മുഖ്യമന്ത്രി പത്രസമ്മേളനമുണ്ട്. ഏത് മാധ്യമ പ്രവർത്തകനും ചോദിക്കാം, മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കാം എന്ത് ഈ പറയുന്ന മുഖ്യമന്ത്രി കൃത്യമായി ക്ലാരിറ്റി തന്നു കഴിഞ്ഞു. ഇനിയും ഈ ആര് സ്പോൺസർഷിപ്പ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു പുകമറ ഇല്ലാതെ തന്നെ സംസാരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിൽ. രണ്ടാമത്തെ കാര്യം, അവിടെ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന പോലെ എൻ്റെ സഹ പാനലിസ്റ്റ്
കിരൺ അദാനി മോനെ മാമനോടൊന്നും തോന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന പോലെ കൊടുത്ത കത്തുണ്ടെങ്കിൽ ആ കത്തിൻ്റെ താഴെ അങ്ങനെ എഴുതിയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന പോലെ നിർമ്മലാ സീതാരാമൻ വന്നത് ആരും അറിയാതെ വന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം കാറ്റ് അനുഭവിക്കാനോ ഉയരം കൂടുമ്പോൾ കാപ്പിക്ക് കടുപ്പം കൂടുന്ന കാപ്പി കുടിക്കാനോ അല്ല വന്നത്. അപ്പോൾ ഹം തുമാര ആത്മി ഹേ ദീദി എന്ന് എഴുതിയായിരിക്കും തിരിച്ച് അവരെ വിട്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇ ഡി വന്നപ്പോഴും രാഹുൽ ഗാന്ധിക്കായിരുന്നു കുറ്റം. രാഹുൽ ഗാന്ധിയുടെ പേരായിരുന്നു കുറ്റം പറയുന്നത്. നരേന്ദ്രമോദിയുടെ അമിത്ഷായ്ക്കെതിരെയോ ഒരു വാക്ക് പിണറായി വിജയനോ സഖാക്കളോ മിണ്ടിയിട്ടില്ല. ഇതൊക്കെ ചുമ്മാ ഷോ ഓഫ് അല്ലേ വിജയ എന്നായിരിക്കും മിക്കവാറും ഇ ഡി പോയി കഴിഞ്ഞപ്പോൾ വിജയൻ അങ്ങോട്ട് എഴുതിയ കത്ത്. അപ്പോൾ ഓക്കേടാ ദാസ മോദി എന്നായിരിക്കും തിരിച്ചങ്ങോട്ട് വിജയൻ അങ്ങോട്ടും കൊടുത്ത കത്ത്. അങ്ങനെയുള്ള കത്തുകളും മാറിയിട്ടുണ്ടാവും എന്നുകൂടെ എൻ്റെ സഹ പാനലിസ്റ്റിനെ ഞാൻ അറിയിപ്പിക്കുകയാണ്. പിന്നെ ഇന്ന് കേരളത്തിൽ CPM-ൻ്റെ അക്രമരാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നില്ല. CPM-ൻ്റെ ധാർഷ്ട്യത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ, അഹന്തയുടെ രാഷ്ട്രീയം മുഖേന പോയ ജീവൻ നഷ്ടപ്പെട്ട നവീൻ ബാബു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ബേസിൽ പാറക്കുടി, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ബേസിൽ പാറക്കുടി, ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുന്നു. ഈ കൂർഗിലേക്ക് ഹെലികോപ്റ്ററിൽ പോയ അല്ല, താങ്കളുടെ രാഷ്ട്രീയ പ്രസംഗത്തിനുള്ള വേദിയാക്കരുത്. നമ്മളൊരു വിഷയത്തെ ഫോക്കസ് ചെയ്ത് നടത്തുന്ന ചർച്ചയിൽ താങ്കൾ വിഷയത്തിൽ നിന്ന് സ്കിപ്പ് ആവുന്നു. എനിക്ക് പിടിക്കേണ്ടതുണ്ട് കോൺഗ്രസ് വക്താവേ. എന്റെ കോൺഗ്രസ് വക്താവേ, ഞാൻ ചോദിക്കുന്നത് വളരെ ലളിതമായ കാര്യമാണ്. കൂർഗിലേക്ക് പോയയാൾ കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞ് കണ്ണൂരിൽ ഇറങ്ങുന്നു, തിരിച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്നു. അപ്പോൾ കണ്ണൂരിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകാനായി ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ ഉപയോഗിക്കുന്നു. ഇത്ര ദ്രുതവേഗത്തിൽ സാമ്പത്തിക കുറ്റകൃത്യം അടക്കമുള്ള ഒരാളുടെ കല്യാണത്തിന് പോയ മുഖ്യമന്ത്രി പ്രളയബാധിതരുടെ സ്ഥലത്ത് പോകാൻ 11 ദിവസത്തോളം വൈകിയതെന്ത്? അപ്പോൾ ഇതിൻ്റെ പേര് ധൂർത്തം എന്നല്ലേ? നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പൊതുകാര്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചതിനെ ഹെലികോപ്റ്ററിനെ ധൂർത്തെന്ന് വിളിച്ച സ്ഥിതിക്ക് നിങ്ങൾക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തമില്ലേ? ബേസിൽ പാറക്കുടി. ദൈവത്തോട് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ ഇടയ്ക്ക് കയറരുത്. എന്തുകൊണ്ടാണ് ഞാൻ പ്രൊവോക്ക് ആവുന്നതെന്ന് താങ്കൾക്ക് മനസ്സിലായോ? താങ്കൾ മറ്റുള്ള പാനലിസ്റ്റ് സംസാരിച്ചു, വേറെ എന്തൊക്കെ മാറ്റം അവർ പറഞ്ഞു, താങ്കൾ എന്തെങ്കിലും ഇടയ്ക്ക് താങ്കൾ ഈ വിഷയത്തിൽ താങ്കൾക്ക് സാമാന്യം മറ്റുള്ള പാനലിസ്റ്റിന് കൊടുക്കണ പോലെ തന്നെ സമയം എനിക്ക് തരാലോ. തീർച്ചയായും. എവിടെ വിഷയം? അപ്പൊ മറ്റുള്ളവർ സംസാരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു, ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ ഒന്നും താങ്കൾ വേണ്ടിയില്ല. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഞാൻ ആ മാറ്റർ പറയാതെ പോലെ നവീൻ ബാബുവിനെ നിങ്ങൾ കൊന്നതാണ്. ആ നവീൻ ബാബുവിന്റെ മകൾക്ക് ജോലി കൊടുത്തു UDF സർക്കാർ. ആ നവീൻ ബാബുവിന്റെ മകൾക്ക് ജോലി കൊടുത്തു UDF സർക്കാർ. ആ UDF സർക്കാർ കൊടുത്ത അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്ത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല? അതുപോലെയുള്ള ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത്. സപ്ലൈകോ ഔട്ട്ലെറ്റിൽ, ഞാൻ പറയുന്നു, സപ്ലൈകോ ഔട്ട്ലെറ്റിൽ കോടികൾ കൊടുക്കാനുണ്ടായിരുന്നു കടം. ആ കടം കോടികൾ കൊടുക്കാനായിട്ട് ഇറങ്ങിപ്പോയൊരു സർക്കാർ ഉണ്ടായിരുന്നു. ഇന്ന് 13 ഇനം സാധനങ്ങൾ ഉൾപ്പെടെയായിട്ട് സപ്ലൈകോയുടെ മെഗാ ഔട്ട്ലെറ്റ് ഉൾപ്പെടെ തുറന്നു വെച്ചേക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഓണം വരിക, ജനങ്ങളുടെ ക്ഷേമത്തിന് നിൽക്കുന്ന ഒരു സർക്കാരാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് നാളെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിച്ചാൽ, നാളെ ഈ പറയുന്ന പോലെ കൃഷി ദിനമാണ്, അല്ലെങ്കിൽ ചിങ്ങം 1 ഈ പറയുന്ന പോലെ അന്ന് അതിൻ്റെ പരിപാടികളുണ്ട്. മുഖ്യമന്ത്രിക്ക് നാളെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ നിൽക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ അത്തച്ചമയത്തിൻ്റെ ഉദ്ഘാടനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനായിരുന്നു. ഇന്ന് ഞായറാഴ്ച വൈകിട്ട് അദ്ദേഹത്തിന് തിരിച്ചെത്തണമായിരുന്നു. പിന്നെ ഉപയോഗിച്ച ഹെലികോപ്റ്റർ, നിങ്ങൾ ഇത്രയും നേരം വാർത്ത കൊടുത്ത സർക്കാരിൻ്റെ ഖജനാവിൽ ഉപയോഗിച്ച ഹെലികോപ്റ്റർ എന്നായിരുന്നു. അങ്ങനെയല്ല ഹെലികോപ്റ്റർ എന്ന് തെളിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയണം അത് ആരുടെ പണം ഉപയോഗിച്ച് എങ്ങനെയാണ്? ഞാൻ ആദ്യവും നിങ്ങളോട് പറഞ്ഞു, മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വന്നിരിക്കുമ്പോൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകന്റെ ചാനലിന്റെ നിറം നോക്കാതെ, അദ്ദേഹത്തിന്റെ ചാനലിന്റെ രാഷ്ട്രീയം നോക്കാതെ ചോദ്യം ചോദിക്കുവാനും ഉത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് കേരളത്തിലുള്ളത്. ലൈവ് കാണണം, ഞങ്ങളൊക്കെ സ്ഥിരം കാണുന്നത് അതുകൊണ്ടാണ്. കൈരളിയോട് തന്നെ വളരെ രോഷത്തോടു കൂടി എത്ര ബൈറ്റുകളുണ്ട് ഞാൻ എടുത്തു കാണിച്ചാൽ 1 മണിക്കൂർ തികയില്ല. ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ബേസിൽ പാറക്കുടി. ഈ വിഴിഞ്ഞം കേസിൽ വിഴിഞ്ഞം ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് MSC ഗ്രൂപ്പിന് ഇത്തരത്തിൽ അദാനി ഓഹരി പ്രിയോർ പെർമിഷൻ ഇല്ലാതെ, മുൻകൂർ അനുമതി ഇല്ലാതെ വിറ്റതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വിൽക്കാൻ സെബിയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതൃപ്തി അറിയിച്ചു എന്ന് പറഞ്ഞു. വിവരാവകാശ രേഖ പ്രകാരം അതൃപ്തി അറിയിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് നുണകളല്ലേ? അപ്പോൾ അതുപോലെ ഒന്നാണോ ഇതും ഹെലികോപ്റ്ററിന്റെ കാര്യവും? ആയിക്കൂടെ? സംശയം. താങ്കളത് ദൂരീകരിക്കൂ. എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോകണം, പെട്ടെന്ന് വേണം. ഞാനത് ആൻസർ ചെയ്തോട്ടെ. അല്ല, ഇതാണ് മറ്റുള്ള 2 അതിഥികളും ഈ പറയുന്ന പോലെ CPM സാധിക്കുന്ന ഉത്തരം പറയുന്നു. എനിക്ക് എൻ്റെതായ ഒരു സമയം താട്ടെ ആങ്കർ, ചോദ്യം ചോദിക്കുമ്പോഴേ ആങ്കർ പറയുകയാണ് എനിക്ക് പെട്ടെന്ന് അവരിലേക്ക് പോകണം. അതാണോ ശരി? ഇനി ഞാൻ അതിൻ്റെ ഒരു ആൻസർ ചെയ്യാം.
അപ്പോൾ ഈ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ആങ്കർക്കിയുടെ കയ്യിലിരിക്കുന്ന പേപ്പർ തന്നെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിട്ടിയ റിപ്ലൈയിൽ 4th പോയിന്റാണ്, അതായത് ഈ ഓഹരി കൈമാറ്റ വാർത്ത പുറത്തു വരുന്നതിന് ശേഷം കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ തുറമുഖ വകുപ്പോ അദാനി ഗ്രൂപ്പിന് വിശദീകര കത്തോ കാരണം കാണിക്കൽ നോട്ടീസോ നൽകിയിട്ടുണ്ടോ, വിശദീകരണ കത്തോ കാരണം കാണിക്കൽ നോട്ടീസോ നൽകിയിട്ടുണ്ടോ എന്നാണ് നമുക്ക് എല്ലാവർക്കും. വിഴിഞ്ഞത്ത് അതായത് ഈ പറയുന്ന പോലെ ഈ അനുമതി വേണം, അതായത് പ്രയർ പെർമിഷൻ വേണം. പ്രയർ പെർമിഷൻ ഓഫ് ഗവൺമെൻറ് ഈസ് നീഡഡ് ടു സെൽ ദ ഷെയർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പ്രയർ പെർമിഷൻ വേണമെന്നിരിക്കെ മുഖ്യമന്ത്രി തൻ്റെ പത്രസമ്മേളനത്തിൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തൻ്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, ഈ അതൃപ്തി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇത് നമ്മളൊക്കെ എനിക്കൊക്കെ രാഷ്ട്രീയപരമായിട്ട് നമുക്കൊക്കെ അറിയാൻ ചോദിച്ച വിവരാവകാശം ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കത്തോ അല്ലെങ്കിൽ എന്തോ നൽകിയിട്ടുണ്ടോ, കാരണം കാണിക്കൽ നോട്ടീസോ നൽകിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ചോദ്യത്തിന് വന്ന റിപ്ലൈ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പിന് നോട്ടീസുകൾ നൽകിയിട്ടില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പറയുന്ന പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ എന്താ? ഞങ്ങളുടെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതൃപ്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഫോണിലൂടെ അറിയിക്കാൻ പറ്റില്ലേ? അതൃപ്തി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശന് എന്ത് ചെയ്യാം? ഫോണിലൂടെ വിളിച്ച അതൃപ്തി അറിയിക്കാം. അല്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന പോലെ ഈ പറയുന്ന നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് തിരിച്ച് അങ്ങോട്ട് എന്ത് പറയുക, നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം പറയാതിരിക്കുന്ന മുഖ്യമന്ത്രി അല്ല എന്ന് കേരളത്തിലുള്ളത് കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പറയുന്ന വി ഡി സതീശൻ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പറയുക തന്നെ ചെയ്തു, ഞങ്ങൾ ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇതിന് വിസമ്മതം അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് അതൃപ്തി. ആ അതൃപ്തി ഫോൺ വിളിച്ച് അറിയിക്കാൻ പറ്റില്ല. അതാണ് ശരി. സുരേഷ് കുമാർ അദ്ദേഹം ഫോണിൽ വിളിച്ച് അതൃപ്തി അറിയിച്ചു. ഇത്ര പാവം മുഖ്യമന്ത്രിയെ കുറിച്ചാണോ ഇങ്ങനെ പറയുന്നത്? ചക്രവാണി എന്തോ പറയുന്നു, എന്താണ് ചക്രവാണി SMS അയച്ചോ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഇമോജി അയച്ചോ അറിയിക്കാൻ പറ്റും. അതെ, സുരേഷ് കുമാർ അതൃപ്തി അറിയിച്ചു. ഫോണിൽ വിളിച്ചായിരിക്കും, അതുകൊണ്ടാണ് രേഖകളിൽ വരാത്തത്. അല്ല ബേസിൽ പാറക്കുടി, ഇത് കുടുംബകാര്യമൊന്നും അല്ലല്ലോ ഫോണിൽ വിളിച്ച് വിശേഷം പറയാൻ. ഒരു കാര്യം ബേസിൽ പാറക്കുടി ആലോചിക്കണം, ദിവ്യ അയ്യർ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഉദ്യോഗസ്ഥ തലപ്പത്തിൽ നിന്നുകൊണ്ട് അദാനിക്കെതിരെ പിഴകൾ ചുമത്തി. ആ ദിവ്യ അയ്യരെ മാറ്റണമെന്ന് അദാനി ഗ്രൂപ്പ് സമീപിച്ചു. പിണറായി പറഞ്ഞു പോയി പണി നോക്കാൻ. പക്ഷേ ഇപ്പോഴോ അതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് വേണം ബേസിൽ പാറക്കുടി കേരളത്തിന്റെ ഞാൻ തിരിച്ചെത്താം. താങ്കളുടെ ചോദ്യത്തിന് മറുപടി ഡി സുരേഷ് കുമാർ. കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുക്കാത്ത ഡിഫൻസ് ആണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി തുടർച്ചയായി മനസ്സിലാവും. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ അതൃപ്തി അറിയിച്ചു. ഇതൊരു സ്വകാര്യ സംഭാഷണമോ അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമോ ഒന്നുമല്ലല്ലോ. കേരള സർക്കാരിൻ്റെ ഒരു കണ്ടീഷന് വിരുദ്ധമായി ഇവിടെ ഒരു ഏജൻസി പ്രവർത്തിക്കുമ്പോൾ ആ ഏജൻസിക്ക് കൃത്യമായിട്ടുള്ള വിശദീകരണം ഞങ്ങൾ അല്ലെങ്കിൽ കാര്യകാരണ സഹിതമുള്ള കാരണം കാണിക്കൽ നടത്തിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യത്തിന് അദ്ദേഹം എടുക്കാത്ത ഡിഫൻസാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ കാര്യത്തിലേക്ക് വിശദമായി പറയുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ്. അത് മാധ്യമപ്രവർത്തകർ വഴി കേരളത്തിലെ ജനതയെയാണ് അദ്ദേഹം തുടർച്ചയായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഇവിടെ ഓണം സമൃദ്ധമായി നടക്കുകയാണ്, ഇനി അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന മറുപടി ഉണ്ടല്ലോ. ഇവിടെ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ആ വിഷയത്തിന് പുറത്ത് കടന്നുകൊണ്ട് സമൃദ്ധമായിട്ടുള്ള ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സ്പെഷ്യൽ അരി ഓണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പാവപ്പെട്ടവന് കൊടുത്തുകൊണ്ടിരുന്ന സ്പെഷ്യൽ അരി ഇത്തവണ ഇല്ല. കോൺഗ്രസിൻ്റെ സുഹൃത്ത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സാധന സാമഗ്രികൾക്ക് കഴിഞ്ഞ മുൻകാലങ്ങളെക്കാൾ തീ വിലയാണ്. ഇന്ന് സാധനം വാങ്ങാൻ നിവൃത്തിയില്ല. ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിലൊട്ട് അവർക്ക് താല്പര്യമില്ല എന്ന് അവർ വളരെ വ്യക്തമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ PM ശ്രീയെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? PM ശ്രീയെക്കുറിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ KM ഷാജി പറഞ്ഞത് എന്താണ്? ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ അതിനെ എടുത്ത് അറബിക്കടലിലേക്ക് എറിയും എന്നാണ് പറഞ്ഞത്. പിന്നീട് ചോദിച്ചപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? അത് ഞാൻ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അധികാരം കിട്ടിയാൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന വിചിത്രമായ ചോദ്യമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. PMAY പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന ഭവന പദ്ധതി,
ആ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സൗ പിണറായിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഇക്കാര്യത്തിൽ ആ ലോകം ഒട്ടിക്കുന്ന പ്രശ്നമില്ല. ആ ഒരു വീടെന്ന് പറയുന്നത് ഒരാളിൻ്റെ സ്വത്വവകാശമാണ്. അതിനകത്തേക്ക് ആരുടെയെങ്കിലും ലേബൽ പതിക്കാൻ ഏജൻസിയായി നിന്നു കൊടുക്കലല്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ, അദ്ദേഹം എന്ന് മറുപടിയാണ് പറഞ്ഞത്? നട്ടല് വളഞ്ഞു നിന്നല്ലേ മറുപടി പറഞ്ഞത്? നിഷേധിക്കാൻ കഴിയുമോ? അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു ട്രീറ്റി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവർ പറയുന്ന നിബന്ധനകൾ അംഗീകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞ വാചകങ്ങൾ മുഴുവനും വിഴുങ്ങിക്കൊണ്ട് അതിൽ നിന്നും നേരെ യൂട്ടേൺ അടിച്ച് ഇന്ന് മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞ വാദഗതി. ഇതൊന്നും കാണാതെ പോകുന്നവരല്ല കേരളത്തിൻ്റെ പൊതുസമൂഹം. ഞങ്ങൾക്ക് കിട്ടിയ അധികാരം, ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടു, ഇടതുപക്ഷത്തിൻ്റെ ധാർഷ്ട്യത്തിന് മേൽ UDF കിട്ടിയ അംഗീകാരമാണ് ഈ വിജയമെന്ന്. അങ്ങനെ കിട്ടിയ അംഗീകാരം, ആ പ്രിവിലേജ് നിങ്ങളിപ്പോൾ എന്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് MDMA കച്ചവടം ചെയ്യുന്നയാളിനെ സഹായിക്കുന്ന കാര്യമാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നവമാധ്യമ കോർഡിനേറ്ററായിരുന്ന എന്ന് അവകാശപ്പെട്ടിരുന്ന ഒരാളെ MDMAയുമായി അറസ്റ്റ് ചെയ്തു. 2 പേരെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്ത ആളുകളുടെ അന്വേഷണം നിലച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ മിക്കവാറും എല്ലാ ചാനലുകളിലൂടെ, കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്രോൾ ന്യൂസ് എന്താണ്? ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ, ഇവരെ അറസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ആ ചുമതലയിൽ നിന്നും. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ കൊട്ടിഘോഷിച്ച് ഇവിടെ മാധ്യമപ്രവർത്തകരെയും അതുപോലെ തന്നെ നവമാധ്യമക്കാരെയും വിളിച്ചിരുത്തി തൂഫാനൊക്കെ വലിയ നിലയിൽ കൊണ്ടാടുകയാണല്ലോ. ഇവിടെ തൂഫാൻ്റെ ഉറവിടം അന്വേഷിച്ച് പോകുമ്പോൾ നിങ്ങൾ പിടിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. അതാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? ആ അന്വേഷണത്തിന് ഇവിടെ കൂച്ചുവിലങ്ങണിയുന്നതിന് വേണ്ടിയിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ മാറ്റി ആ അന്വേഷണത്തെ മരവിപ്പിക്കുന്നു. ഇവർക്ക് നൈജീരിയയിൽ ഡയറക്റ്റ് ബന്ധമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു. ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ഫർദർ എൻക്വയറി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ആ കേസ് തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചന കോൺസ്പിറസി അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അതിൽ വലിയ വമ്പന്മാർ കുടുങ്ങും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തുടർച്ചയായി വരുന്ന കാര്യങ്ങളാണ്. തുടർച്ചയായി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്ന ആളുകളെപ്പോലും അവർക്കെതിരായി സംഘടിതമായി പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി ആര് ചോദിച്ചാലും ഉടൻ ഇൻസ്റ്റൻ്റായി ഉത്തരം പറയുന്നയാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് താങ്കൾ അവകാശപ്പെട്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് രുചികരമല്ലാത്ത, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ആ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായാൽ കൈരളിയും ദേശാഭിമാനിയും ഇനി മേലിൽ ക്വസ്റ്റ്യൻ ചോദിക്കരുത്. ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളവരാണ്. ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്നും അത്തരത്തിലൊരു വാചകം അദ്ദേഹം പറയാതിരുന്നിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് ഒരു കാര്യം സമയമെടുക്കുന്നില്ല. ഒരു കാര്യം കൂടെ, അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാധ്യമപ്രവർത്തകരെ മുഖത്ത് നോക്കി പിടിച്ച് ഞാൻ പുറത്താക്കും, കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്താക്കും മാധ്യമപ്രവർത്തകരോട് പറയാണ്. ഇത് ഇവരുടെ ഒരു സംസ്കാരമാണ്. ഇപ്പോൾ അന്നത്തെ കേരളത്തിൻ്റെ KPCCയുടെ പ്രസിഡന്റ്, അന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളിനെ ഓപ്പണായിരുന്ന മൈക്കിലൂടെ വിശേഷിപ്പിച്ചത് എന്താണെന്ന് നമ്മൾ കേട്ടു. ഇത്തരമൊരു ചർച്ചയിൽ പറയാൻ കഴിയില്ല. അവസാനം പറഞ്ഞു, അത് സ്നേഹത്തിൽ ഞങ്ങൾ വിളിക്കുന്നത്, പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് ഇത്തരം വാചകങ്ങൾ ഉപയോഗിച്ചാണ് എന്ന് പറയേണ്ടി വന്നു. ഈ രൂപത്തിൽ കേരളത്തിലെ ഈ ജീവനക്കാരുടെ ഇപ്പോൾ ഓണത്തിൻ്റെ കാര്യം പറഞ്ഞു, ജീവനക്കാരുടെ ഓണം ബോണസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ സർക്കാർ ചെയ്യുന്ന ചതിവ് എത്രമാത്രമാണ്? അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ ജീവനക്കാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ജീവനക്കാരുടെ കാര്യം പറഞ്ഞത് അജിംസ് പറഞ്ഞ വളരെ കറക്റ്റാണ്. അതിനപ്പുറത്തേക്ക് പ്രളയബാധിതരായിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് ഈ ദുഃഖത്തിൽ കിടക്കുമ്പോൾ കഴിഞ്ഞ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, 1ഉം 2ഉം പിണറായി സർക്കാർ അവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതാണ്. ഇന്നിപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഓണത്തിന് മുൻപേ തന്നെ ഞങ്ങളുടെ ഇല്ലായ്മയിൽ വളരെ സജീവമായി അത് അറിഞ്ഞുകൊണ്ട് ഇടപെട്ടൊരു സർക്കാരായിരുന്നു കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരുകൾ. എന്നാൽ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. എങ്ങനെ തിരിഞ്ഞു നോക്കാനാ? അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ഇതിനൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി കൂർഗിൽ ഏതെങ്കിലും കള്ളന്മാരുടെ കല്യാണത്തിൽ പങ്കെടുക്കുക, ഇവിടുന്ന് ഹെലികോപ്റ്ററിൽ തന്നെ പോയി അവരുടെ അന്തസ്സിനനുസരിച്ച് ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുക. അതുപോലെ തന്നെ ആരെങ്കിലും വെച്ച് വിളമ്പുന്ന ഭക്ഷണം, ഇവിടെ നിരാലംബരായിട്ടുള്ള ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ ഉറ്റവരെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹം നേരെ വടക്കോട്ട് പറക്കുകയാണ്. വടക്കോട്ട് പറക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ വെച്ച് വിളമ്പിയ ആ ഫുഡിൻ്റെ മുമ്പേ ഇരുന്നു കൊണ്ട് അത് സെൽഫി എടുത്ത് ആഘോഷിക്കുകയാണ്. എന്ത് വിചിത്രമായിട്ടുള്ള, ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്, കോൺഗ്രസിൻ്റെ ലേബൽ അണിഞ്ഞു വരുന്ന ആളുകൾക്ക് ഉളുപ്പില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്കൊരല്പം ഉളുപ്പ് വേണ്ടേ?
നിങ്ങൾ പറയണ്ടേ അവർ തെറ്റായിപ്പോയെന്നെങ്കിലും പറയണ്ടേ. നിങ്ങളുടെ മാപ്പിരക്കലിന് ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, തൽക്കാലം നമ്മൾ ഈ സമൂഹത്തിനകത്ത് കാണുന്ന തെറ്റുകൾ അതൊരു തെറ്റാണെന്നെങ്കിലും പറയാനുള്ള സാമാന്യ ബോധം നിങ്ങൾ വെച്ച് പുലർത്തണ്ടേ. അത് വെച്ച് പുലർത്താതെ ഇത്തരം നരാധമമായ പ്രവൃത്തികളെ അന്ധമായി ന്യായീകരിക്കുന്ന അങ്ങേയറ്റത്തെ തൊലിക്കെട്ടി നിറഞ്ഞ പ്രവർത്തനമാണ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിരാലംബരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ഈ ഓണത്തിന് ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാതിരിക്കുമ്പോൾ അദ്ദേഹം നേരെ കുറുക്കിലേക്ക് പറഞ്ഞിട്ട് ഇടയ്ക്ക് കണ്ണൂരിലിറങ്ങി അദ്ദേഹം ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് അദ്ദേഹം തിരിച്ചു വരികയാണ്. അപ്പോൾ അദ്ദേഹം അടുത്ത മറുപടി, എനിക്ക് ഊണ് കഴിച്ചുകൂടേതാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിനെ ചൊല്ലി, ആരെങ്കിലും വസ്ത്രം ധരിക്കുന്നതിനെ ചൊല്ലി, ആരെങ്കിലും യാത്ര ചെയ്യുന്നതിനെ ചൊല്ലി ഏതെങ്കിലും രൂപത്തിലുള്ള ചർച്ചകളോ വിമർശനങ്ങളോ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്തരം ചോദ്യശരങ്ങൾക്കെതിരായി അതിനെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള ജൽപ്പനങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ കേരളത്തിലെ പരിഷ്കൃത സമൂഹം വളരെ വിവരവും വിദ്യാഭ്യാസവും വാർത്തകൾ ശ്രവിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ പരിഷ്കൃത സമൂഹം വളരെ കൃത്യമായി ഇത് വിലയിരുത്തുകയാണ്. അത് നിങ്ങൾക്ക് കിട്ടിയ താൽക്കാലികമായിട്ടുള്ള വിജയം ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു അവകാശമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിച്ച് ഈ ഇന്ത്യയിലും കേരളത്തിലും ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയ ഭരണാധികാരികൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് അടിയന്തരാവസ്ഥയും അതുപോലുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ. അവരുടെയൊക്കെ അവസ്ഥ പിന്നീട് എന്തായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവർ അവരുടെ ജന്മസ്ഥലങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് ഇപ്പോൾ വയനാടും മറ്റു പ്രദേശങ്ങളിലും വന്ന് അന്തേവാസികളായി അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലും കേരളത്തിലും സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ധാർഷ്ട്യവും അഹങ്കാരവുമാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ തീർച്ചയായും. രതീഷ് ചക്രപാണി, രണ്ട് വിഷയങ്ങളിലും വളരെ വ്യക്തമായി ബേസിൽ പാറേക്കുടി മറുപടി പറഞ്ഞു. പക്ഷേ ആ മറുപടിക്ക് കാതലും കാമ്പും രൂപപ്പെടാത്തത് കോൺഗ്രസും വി ഡി സതീശനും ചെയ്ത ചെയ്തികളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, അതൃപ്തി അറിയിച്ചു. അത് വോക്കലിയാണ്, അത് ഓറലിയാണ്. അത്തരത്തിലൊരു അതൃപ്തി അറിയിച്ചത് വാക്കാൽ ഫോണിലാകാം. രണ്ട്, ഈ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ടത് ഇത്രയേറെ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ ഒരു ദ്രുതഗതിയും പ്രളയബാധിതരോട് കാട്ടാത്ത മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇവിടേക്ക് പോകുന്നത്? ഇത്ര വേഗത്തിൽ പോയി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് അത് ധൂർത്തല്ലേ? അത് ആധുനിക കാലത്തിനനുസരിച്ചുള്ള രീതിയാണ്. അതാണ് പാറേക്കുടിയുടെ മറുപടി. ഇതിന് രണ്ടിനും താങ്കളുടെ വിശദീകരണം. ഇതിലേറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബേസിൽ പാറേക്കുടി വളരെ ഖേദത്തോടെ പറയട്ടെ, കോൺഗ്രസ് പ്രതിനിധി ഇവിടെ ജനങ്ങളെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, ഇത് മറ്റേ ഞാനും അജീബ് ഷാദ് പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളാരെങ്കിലും ബേസിൽ പാറേക്കുടിയോ രണ്ടുപേരും കൂടി തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ചായ മേടിച്ച് കുടിക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയല്ല ഇത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ലീഗൽ എൻറ്റിറ്റിയാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. ആ കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സ്വന്തം വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് AVPPL എന്ന് പറയുന്ന അദാനം വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് കമ്പനിയാണ്. ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തി അറിയിക്കണമെന്നുണ്ടെങ്കിൽ അത് മെയിലിലൂടെയോ കത്തിലൂടെയോ ഒഫീഷ്യലി അല്ലാതെ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർക്കോ അല്ലെങ്കിൽ CEOക്കോ പോലും നമുക്കങ്ങനെ അറിയിക്കാൻ കഴിയില്ല. അറിയിച്ചാൽ അതിന് സാധുതയില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഇനി അങ്ങനെ അറിയിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ട് കമ്പനികൾ, അത് രണ്ട് ലീഗൽ എൻറ്റിറ്റീസ് ആയിട്ടാണ്. അത് യഥാർത്ഥത്തിൽ നിയമപരമായി ഇപ്പോൾ ഏതെങ്കിലും അഡ്വക്കേറ്റ്സിനെ വിളിച്ചു ചോദിച്ചാൽ, കോർപ്പറേറ്റ് ലോ കൈകാര്യം ചെയ്യുന്നവരെ വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പറയും. അല്ലാതെ അവർ മേധാവികൾ തമ്മിൽ പോലും ഇത്തരത്തിലുള്ള പേഴ്സണൽ വാട്സാപ്പ് മെസ്സേജുകളോ ദേഷ്യമാണ് എന്ന് പറയുന്ന ഇമോജി അയക്കുന്നതിലൂടെ ഒന്നും അത് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ, ഈ കമ്പനിയുടെ കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. അതെന്തുകൊണ്ടാണ്? അദാനിയുടെ നേതൃത്വത്തിലുള്ള വിഴിഞ്ഞ പോർട്ട് ലിമിറ്റഡിൻ്റെ 49% ഷെയറുകൾ ഇപ്പോൾ 13,000 കോടി രൂപയിലധികം കൊടുത്ത് കൈമാറാൻ പോകുന്ന കമ്പനിയുടെ പേരെന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നാണ്. ഇത് രാവിലെ ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ കൊയിലാണ്ടിയിലുള്ള കമ്പനിയല്ല. ആ കമ്പനി എന്ന് പറയുന്നത് 2 ലക്ഷത്തിലധികം ജീവനക്കാർ ലോകമെമ്പാടുമുള്ള 930-ലധികം ഷിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന 110-ലധികം വരുന്ന ടെർമിനലുകൾ, അതായത്
ഈ കണ്ടെയ്നർ ടെർമിനലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ്. അപ്പോൾ ആ കമ്പനി ഇങ്ങോട്ട് ഷെയർ എടുക്കാൻ വരുമ്പോഴുള്ള ഒരു വിഷയത്തിൽ നാളെ 60 കൊല്ലത്തേക്ക് മാത്രം നമ്മളൊരു കൺസെഷൻ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരു സർക്കാരും അതുപോലെ ഒരു സ്വകാര്യ കമ്പനിയും തമ്മിൽ ഒരു പൊതു സൗകര്യം നിർമ്മിക്കാനോ പ്രവർത്തിപ്പിക്കാനോ വേണ്ടി നമ്മൾ സൈൻ ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്കുള്ള എഴുത്തുകുത്തുകളും നമ്മളുടെ ഈ പറഞ്ഞ പോലെ അസംതൃപ്തിയും നമ്മളുടെ ഈ പറഞ്ഞ പോലെ അസന്തുഷ്ടിയും എല്ലാം തന്നെ അറിയിക്കേണ്ടത് റിട്ടൺ ആയിട്ടാണ്, വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളിലൂടെയാണ്. കമ്പനിയുടെ വിളിച്ചിട്ട് നമുക്ക് എന്താണ് അവരുടെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അറിയിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അത് നടക്കാത്തൊരു കാര്യമാണ്. ഈ കമ്പനിയുടെ കാര്യത്തിൽ ഇത് രണ്ടും ഒരു ഇന്ത്യൻ കമ്പനി പോലും അല്ല. കാരണം എന്താ, ഒരു കമ്പനി എന്ന് പറയുന്നത് ഇപ്പോൾ അദാനി വിഴിഞ്ഞ പോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തേക്കുന്ന കമ്പനിയുടെ അറിയിക്കുകയും പക്ഷേ എന്നാൽ ആ ബിസിനസ് പോകാതിരിക്കാനുമുള്ള ഒരു ഇടപെടൽ മുഖ്യമന്ത്രി നടത്തി എന്നായിക്കൂടെ? അതാണ് ബേസിൽ പാറേക്കടി ഉദ്ദേശിച്ചത്, ശ്രീ ചക്രവാണി. അല്ല അങ്ങനെ അതിർത്തി ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു കോർപ്പറേറ്റ് ഈ പറഞ്ഞ പോലെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എടുക്കുക നമുക്ക് വളരെ മൈൽഡായിട്ടുള്ള ഒരു ലെറ്റർ അയക്കാം. അതായത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യമുണ്ടായി, ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ ഏറ്റവും ആദ്യം നമ്മളോട് ഡിസ്കസ് ചെയ്യേണ്ടതായിരുന്നു, അതിൽ നമുക്കൊരു അസന്തുഷ്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്കതിന് കോർപ്പറേറ്റിൽ ഈ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ടേംസ് ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായൊരു ലെറ്റർ അയക്കുകയും അവർ വേണമെങ്കിൽ അതിനൊരു ഖേദപ്രകടനം നടത്തുകയും ചെയ്യാം. അല്ലെങ്കിൽ അവരതിൻ്റെ വിശദാംശങ്ങൾ എഴുതിക്കൊണ്ട് ഏറ്റവും ആദ്യം ഞങ്ങൾ സെബി അറിയിക്കണം എന്നാണ് നിയമം. അപ്പോൾ അത് കഴിഞ്ഞ് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ് അറിയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങളിത് പൂർത്തിയാക്കിയിട്ടില്ല. ഞങ്ങളിത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടി പ്രയർ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അതിനുള്ള എത്രയോ ലീഗൽ സിസ്റ്റം നമുക്കുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഉപയോഗിക്കാതെ യഥാർത്ഥത്തിൽ ഈ ഡിസ്കഷൻ, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഞാൻ കൂടി ഇരിക്കുന്ന ഈ ഡിസ്കഷനിൽ ഒരു റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പോകരുത്, അതുകൊണ്ട് ഞാനത് തിരുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തൊരു കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു കാര്യമോ വാദമോ ഒന്നും എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രി പോലും അടുത്ത വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്ന്. പിന്നെ ഇവിടെ ബേസിൽ പാറേക്കടി പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ചോദ്യങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറാകും, അതിനൊന്നും തർക്കമില്ല, ചോദ്യങ്ങൾ അദ്ദേഹം കേൾക്കാൻ തയ്യാറാവും. പക്ഷേ അദ്ദേഹം തിരികെ പറയുന്ന മറുപടി അദ്ദേഹത്തിന് തോന്നിയ മറുപടികളാണ് പറയുന്നത്. ഇപ്പോൾ വന്ദേ മാതരം തന്നെ പാടണം എന്നുള്ളത് മുഴുവനായും പാടണം, അതിന് കേന്ദ്ര ഗവൺമെൻറ് നിയമം പാസ്സാക്കി എന്നുള്ളത് മുതൽ ഏറ്റവും അടുത്ത് പറഞ്ഞ കള്ളം മുതൽ ഇതിനു മുമ്പ് തന്നെ നിരവധി കള്ളങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊരു മറുപടി കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഫാക്ട് ചെക്ക് മെഷീനറി കൂടി എന്ത് ചെയ്യണം, വലിയൊരു ഫാക്ട് ചെക്കിന് വേണ്ടിയിട്ടുള്ള ഫാക്ടറി കൂടി എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ ഈ എയർപോർട്ട് നമ്മൾ പറയുന്നത് കേരളത്തിൻ്റെ ഒരു പൊതുഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് കൂർഗിലേക്ക് എത്തിയില്ല, പകരം കണ്ണൂരെത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും നേരത്തെ പറഞ്ഞ ധാർമ്മികമായിട്ടുള്ളൊരു ചോദ്യം അതിൻ്റെ മുമ്പിലുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാ ആളുകളും പറഞ്ഞു ബൈ മീ കോഫി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം കോഴിക്കോട് പോയി. അത് കാപ്പിക്കടയാണോ അല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ചർച്ചാ വിഷയം. യഥാർത്ഥത്തിൽ അതിനേക്കാൾ 35 മിനിറ്റ് യാത്ര ചെയ്താൽ 5 പേര് മരണപ്പെട്ടിട്ടുള്ള പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് എത്താൻ കഴിയുമായിരുന്നു. വേണമെങ്കിൽ ഇത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ മാറ്റിവെക്കാൻ കഴിയുമായിരുന്നു. എറണാകുളത്ത് വന്നിട്ടുള്ള ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനം അദ്ദേഹം നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, സംരംഭകരൊക്കെ വേണ്ടതാണ്. പക്ഷെ അവരോട് പറഞ്ഞാലും മനസ്സിലാവുമല്ലോ, കേരളം വലിയ കെടുതിയിലാണ്, ആ കെടുതിയിൽ എൻ്റെ സമയം നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയില്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരെങ്കിലും താരങ്ങളെയോ മറ്റാരെങ്കിലും വിളിച്ച് ഉദ്ഘാടനം ചെയ്യൂ, എൻ്റെ പ്രയോറിറ്റി വേറെയാണ്. അങ്ങനെ പ്രയോറിറ്റി വേറെയാണെന്നും കേരളത്തിലെ ഓരോ മനുഷ്യനും അത്തരത്തിൽ പ്രയോറിറ്റി നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് സഹാനുഭൂതി കാണിക്കേണ്ടതാണെന്നും അവരെ സഹായിക്കേണ്ടതാണെന്നുമുള്ള മെസ്സേജ് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു സ്റ്റേറ്റിൻ്റെ ഈ പറയുന്ന പോലെ ലീഡർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയ സ്കാമുകളിൽ അന്വേഷണം നേടുന്ന ഒരാളുടെ കല്യാണത്തിന് അദ്ദേഹം പോകുന്നു, അതും അവരുടെ തീർച്ചയായും. എന്തായിരുന്നാലും ഒരു വസ്തുതകൾ പരിശോധിക്കേണ്ട ഒന്നായി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മാറുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം എന്തായാലും ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ നുണക്കോട്ടകൾ കൊണ്ട് പുതുയുഗം സൃഷ്ടിക്കാനാണോ വി.ഡി. സതീശൻ്റെ പുറപ്പെടൽ എന്ന് സംശയിച്ചാൽ തെറ്റ് പറയാനാകില്ല. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിയുടെ പൂർണ്ണമാകുന്നു.